ഇപ്പോൾ പഠിച്ചതിന് ശേഷം കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നെക്സ്റ്റ് ഇയറിൽ വരാം. ഓക്കെ, എൻ്റെ പേര് മനോജ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളത് ഇവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് കൂടുതൽ സമയമില്ല. നമ്മൾ എത്ര മണിക്ക് അവിടെ കോഴിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം, വളമായിട്ട്. ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് അസോള കേട്ടോ. മണ്ണിര കമ്പോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ മണ്ണിര വെർമി കമ്പോസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ മണ്ണിര ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കുന്നതാണ്. നമ്മുടെ ജൈവ അവശിഷ്ടങ്ങൾ, ബയോളജിക്കൽ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് മണ്ണിര ഇടണം. നമ്മൾ ഇപ്പോൾ ഇത് കുറവാണ്. ഇതിൽ മണ്ണിര നമ്മുടെ ഏത് മണ്ണിര? ഇവിടെ മണ്ണിലുള്ള മണ്ണിരയല്ല, ആഫ്രിക്കൻ മണ്ണിര എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ പ്രത്യേകതരം മണ്ണിരയുണ്ട്, വണ്ണമുള്ള. അപ്പോൾ ആ മണ്ണിരയാണ് ഈ ഇത് തിന്നുക. അത് നമുക്ക് ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും. മണ്ണിലുള്ള മണ്ണിര ഇത് അധികം കഴിക്കില്ല. അപ്പോൾ അതിനെ ഒരു മാസം കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കാം കേട്ടോ. ഇതിലും നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് മണ്ണിരയും വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടും, വീടുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ, മൺചട്ടി ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഓരോ ദിവസത്തെ പച്ചക്കറിയുടെ വേസ്റ്റ്, വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഇല്ലേ, വേസ്റ്റിലിടും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-20 മണ്ണിരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇത് കമ്പോസ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ വീടുകളിലൊക്കെ ചെയ്യാവുന്നതാണ്. കുട്ടികൾ നിങ്ങൾ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബുഷ് പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ കുരുമുളക് കൃഷിയുള്ളവർക്ക് വീട്ടിൽ തന്നെ ബുഷ് പേപ്പർ ഉണ്ടാക്കിയിട്ട് ചട്ടിയിൽ നമുക്ക് നട്ടു വളർത്താം വീടുകളിൽ കേട്ടോ. അതാണ് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ, ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് വരുന്നത്. എല്ലാവരും വീടുകളിൽ ബുഷ് പേപ്പറായിട്ട് ഉണ്ടാക്കുക. ഭൂഖണ്ഡം, ചുമ, പനിക്കൂർക്ക, പൊന്നാങ്കണ്ണി, നന്നാറി, ഇത് ബുഷ് പേപ്പറാണ്. പക്ഷെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിന് വേറൊരു കമ്പ് അത് കയറി പോണ ടൈപ്പല്ലേ? അല്ല, അത് അതിന്റെ കേറുതലയാ. അതിനുള്ളിൽ തന്നെ വന്നതാണ്ട. വെള്ളം മതി, ചതുപ്പിലൊക്കെ നന്നായിട്ട് കേറി വരും. ഇതിന്റെ സീഡ്സ് നടന്നതാ? സീഡ്സ് അല്ല, ഇതിന്റെ കമ്പ്. ഇത് ഇങ്ങനെ ഒടിച്ചങ്ങ് വെറുതെ വെച്ചാ മതി. ഈ കോളിബ്രയുടെ ഒരു ഇത് നമുക്ക് ഒരു ചെറിയൊരു പീസ് തരാനുണ്ടാവും. ഉണ്ടല്ലേ? 20 എണ്ണം കൊണ്ടുവരുന്നതിൽ 20 എണ്ണത്തിന്റെ മുകൾ ഭാഗം ഒടിച്ച് നിങ്ങൾക്ക് വേറെ കവറിലായി ഞങ്ങൾ ആക്കി വെക്കാം. കോളിബ്ര ഞങ്ങൾക്ക് എടുത്ത് വെക്കാം. ഇനിയുള്ള പിള്ളേർക്കൊക്കെ അത് ചെയ്യാലോ. കോളിബ്രയുടെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ട്. ഇങ്ങനെ നീളത്തിൽ വെച്ചാൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാഗപതി കണ്ടോ? നാഗപതി മെത്തേഡ്. ഇതിങ്ങനെ ബാഗ് വെച്ചിട്ട് ഇതിന്റെ ഈ മുട്ട് കണ്ടോ? ഈ മുട്ടി മണ്ണിൽ പ്രസ് ചെയ്യണം. ഇത് കണ്ടോ? ഈ പ്രസ് ചെയ്ത മുട്ടിൽ നിന്ന് വേര് വരുന്നുണ്ടോ? അതേപോലെ ഇതിനും വരും. ഇതിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ഈർക്കിലി, ഈ ഈർക്കിലി എടുത്ത് ഇങ്ങനെ, പച്ച ഈർക്കിലിയാണ് വേണ്ടത്, ഇങ്ങനെ വെക്കും. അപ്പൊ ഇതിവിടെ ഇങ്ങനെ നിൽക്കും. അടുത്ത ബാഗ് ഇവിടെ വെക്കും. ഇത് ഇവിടേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ഇതാ അവിടെയുള്ള സാധനം ഇല്ലേ, ഈ വേര് വന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്യും. കാലത്തെല്ലാം ഇത് കിളിർത്തോളും. മനസ്സിലായോ മക്കളെ? എന്റെ അതിന്റെ സീഡ് ഇട്ടതാ കേട്ടോ. ആരി വെച്ചേക്കുന്ന ആര്യവേപ്പാണ്. അതിന്റെ സീഡ് മുളച്ച് വരുമ്പോ ഇങ്ങനെ രണ്ടിനും ഒരേ ഗുണങ്ങളാണ്. അതിന്റെ ഇലയും സെയിം തന്നെയാണ്. പക്ഷെ ഒരു ഗ്രീൻ കളർ കൂടുതലാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ വേപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ രണ്ടിനും ഗുണങ്ങൾ ഏകദേശം ഒന്നാണ്. നമ്മളതിനെ ഇവർക്ക് സ്വയമേ മുകളിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ലേ? നമ്മൾ ഇതിനെ പിടിച്ച് വളച്ച് വെച്ച് കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഇവര് പോകുന്നത്. ഇത് പ്രകാശത്തിനനുസരിച്ച് മുകളിലോട്ട് പോകും. ഇതാണ് സ്പീഡിലാവുക. ഇതിന്റെ ഇവിടെയും മണ്ണുണ്ട്. അപ്പൊ അത് മനസ്സിലായി. എന്നിട്ട് പിന്നെ വന്ന് ഇങ്ങനെ കഷ്ണത്തിക്കാട് കുഴിച്ചിടും. ഇതിന്റെ വേര് ഓൾറെഡി അതിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് ഇതേപോലെ ഒരു കവർ നിറച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് അതിനുള്ളിൽ ചകിരിച്ചോറ് തന്നെ ഇടുന്നതാണ് നല്ലത്. പിന്നെ മണ്ണോട് മിക്സ് ചെയ്ത കുഴപ്പമില്ല. എന്നിട്ട് അത്
അതെ ഇങ്ങനെ ഇത് മനസ്സിലായി ഇതേപോലത്തെ തന്നെ ഒരു നോഡ് മുറിച്ചെടുത്താ മതി. അതെ അതെ മുറിച്ചിട്ട് വലിച്ചാൽ അത് വേരൊന്നും പൊട്ടാതെ വരും ഇതിലേക്ക് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ അപ്പൊ രണ്ടാമത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇത് തന്നെ കൂടുതലും ചെയ്യുക. ഇതാ ചെയ്യാ നാഗവല്ലി ഇതിന് ബ്രീഡിംഗ് പറയും. പക്ഷെ ഇത് ഇതേപോലെ മൊത്തത്തിൽ നിറച്ചിട്ടാണ് നമുക്ക് കുരുമുളക് കൃഷിയായിട്ടും ചെയ്യാം. പോലെയുള്ള അതെ അതെ ഇത് നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങ് എടുത്ത് കളയും. എന്നിട്ട് നമ്മൾ കെരാഡിക്സ് ആക്കിയിട്ട് ചകിരിച്ചോറ് വെച്ച് കെട്ടിയാൽ മതി. കരിങ്ങാട് ഇത് അത് കൊടംപുളിയാണ്. ഇത് ജാതി കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്ത ജാതി ആവുമ്പോ ഇതിലാ പ്രശ്നമല്ല അല്ലെ. ഇതില് ആണും പെണ്ണൊന്നുമില്ല. ഇതിൽ ഇതെന്തായാലും കായ്ക്കും. ഇതെന്തായാലും കായ്ക്കും. ഇത് എന്തായാലും കായ്ക്കുന്ന പറഞ്ഞാൽ ഇത് കായുള്ളതിൽ നിന്നാണ് ഇതിന്റെ സൈൻ കൊണ്ടുവരുന്നത്. നമ്മളൊന്നില് ബെഡാക്കിയിട്ടോ അല്ലെങ്കിൽ കവറിലോ ജാതിയുടെ കുരു പാകുക. ഉണക്കിയ കുരുവല്ല, ജൂൺ ജൂലൈ മാസത്തിലെ ജാതിയുടെ കുരു പാകാൻ എടുക്കുക. ഒരു 50 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് 10-45 ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മുള വരും. മുള വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതിനെ എടുത്ത് കവറിലേക്ക് ഇതേപോലെ കവറിലേക്ക് നടണം. അല്ലെ ഒരു കവറിലായിട്ട് പാകിയാൽ മതി. എന്നിട്ട് മുള വന്ന് 20 ദിവസം ആകുമ്പോഴത്തേക്ക്, അതായത് ഞാൻ അവിടെ ഉണ്ട്, 20 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗ്രാഫ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ സമയത്തിന് പോയി ഗ്രാഫ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇത് കൊടംപുളി ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ജാതിയിൽ തന്നെ ജാതിയുടെ വിത്ത് നട്ട് അത് മുളച്ച് 20 ദിവസം പ്രായമായ കുറ്റിക്കുരുമുളകില്ലേ, ഇത് നിങ്ങളെ കൊണ്ട് അവിടുന്ന് ചെയ്യിക്കുന്നത്. ഇത് ഈ കുറ്റിക്കുരുമുളക് നമ്മൾ ആ കെരാഡിക്സ് നോക്കി ഇങ്ങനെ വെച്ച് വേര് പിടിപ്പിച്ചതാണ്. ഇതിന് നമ്മൾ സാധാരണ മണ്ണി നടുന്ന പോലെ ആവുള്ളൂ. മറ്റേ കോളിബ്രിയിലാണ് 3 വർഷത്തെ വളർച്ചയൊക്കെ ഒറ്റ വർഷം കൊണ്ട് വളരുന്നത്. ഇത് കണ്ടോ, ജാതി പാകിയേക്കുന്നതായത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായ ജാതിയാണ്. ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ ജാതി ഗ്രാഫ്റ്റ് ചെയ്യും. ഇത്രയാകുമ്പോഴത്തേക്ക് ചെയ്തു. ഇതിപ്പോ 20 ദിവസമൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. 20-25 അത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ കൂടുതൽ വെച്ചോണ്ടിരിക്കില്ല ജാതി. ഇപ്പൊ ഭയങ്കര അക്രമകാരിയ. ഇവന്റെ ഈ വാല് മൊത്തം എഴുതുന്നു. അവൻ കടിച്ച് എടുത്ത് എന്നിട്ട് സാറ് ആന്റിബയോട്ടിക് കൊടുത്ത് അവനെ നോക്കി അവരിപ്പോ വന്നത്. അത് ഞാൻ പോകുമ്പോ ഇവിടെ ഇതില്ലായിരുന്നു, വാലില്ലായിരുന്നു. കൊറേ അവൻ എടുത്തായിരുന്നു. മറ്റേ ഇതില്ലാത്ത ഇലയില്ലാത്ത സാറ് പറഞ്ഞില്ലായിരുന്നു.